ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ബീച്ചിൽ പോയി, നമ്മൾ ഫിഷിങ്ങിന് പോയി, ബോട്ട് എടുത്ത് പോയി, അവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ പോയി ഞാൻ. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമുക്ക് നമ്മുടെ മനസ്സിൽ വരും ഫിഷ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആംബിയൻസേ അല്ലേ അവിടെ. അവിടുത്തെ മീനുകളൊക്കെ കാണണല്ലേ. സത്യം. ഞാനാണെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് പപ്പ എപ്പോഴും പറയാറുണ്ട്, പപ്പ പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു കുറേ വർഷം. അപ്പോൾ പപ്പ പറയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് നമ്മുടെ നാട്ടിലത്തെ ഫുഡ് ഇതൊക്കെയാണെന്ന്. പക്ഷെ ഞാൻ ദുബായ് പോയപ്പം ഇപ്പൊ അല്ല പറഞ്ഞാൽ സത്യം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഹോട്ടലുകളെക്കാളും നല്ല ഫുഡ്, കേരളത്തിലെ ഫുഡ് ഞാൻ കഴിച്ചത് ദുബായ്. അതെ, നല്ല ക്വാളിറ്റി. സത്യം പറഞ്ഞ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ രാവിലെ നമുക്ക് പുട്ടും കടലയും പുട്ടും മുട്ടയും കഴിക്കണോ, അവിടെ ഓപ്ഷനുണ്ട്. ഉച്ചയ്ക്ക് സദ്യ കഴിക്കണോ, ഓപ്ഷനുണ്ട്. വൈകുന്നേരം പരിപ്പോടെയും ചായയും കാപ്പിയും കുടിക്കണോ, ഓപ്ഷനുണ്ട്. രാത്രി പോയിട്ട് കിഴി പൊറോട്ട കഴിക്കാൻ വരെ ഓപ്ഷനുണ്ട്. തലക്കറി വേണോ, എന്ത് വേണോ, എല്ലാം ഉണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടത്തേക്കാളും നന്നായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഞാൻ ഇവിടെ കഴിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ദുബായ് നിൽക്കുമ്പോൾ. ശരിക്കും അപ്പൊ നമുക്ക് അവിടെ പോകുമ്പോ ഒരു എന്താ പറയുക, വീട്ടിലെ ഫുഡ് നമുക്ക് മിസ് ചെയ്യും, അച്ഛനമ്മയുടെ ഫുഡ് എന്തായാലും മിസ് ചെയ്യുമല്ലോ. അപ്പൊ പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് കേരള ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു മിസ്സിങ് നമുക്കിപ്പോ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാം. എനിക്ക് അവിടെ അതിനേക്കാൾ സന്തോഷം തോന്നിയിട്ടുണ്ടല്ലേ, നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഇതിന്റെ കുറേ നൈറ്റ് സീക്വൻസസ് ഉണ്ടായിരുന്നു. അപ്പൊ ഷൂട്ട്